അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാണോ? എന്നാൽ ഞാനൊരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് പ്രജാക്ഷേമ തൽപരനായ ഒരു രാജാവ്. ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരുന്ന ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹ്മൂദുൽ അഫന്ദിയായിരുന്നു ആ രാജാവ്. തൻ്റെ രാജ്യത്തെ 7 പ്രവിശ്യകളാക്കി പല നാട്ടുരാജാക്കൾക്കുമായി അദ്ദേഹം വിഭജിച്ചു നൽകി. അതിൽ ഒരു രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് സൂറ. മഹ്മൂദുൽ അഫന്ദിയുമായി സൂറയുടെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം മഹ്മൂദുൽ അഫന്തി നായാട്ടിനായി ദേഹത്തെ എണ്ണ തേച്ച് കൊട്ടാര നാട്ടുപാമ്പിലൂടെ ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അദ്ദേഹം താൽപര്യം കാണിച്ചിരുന്ന മഹ്മൂദുൽ അഫന്തി ആദരങ്ങളാൽ ഖുർആൻ സദാ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആലിംറയിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ മഹ്മൂദുൽ അഫന്തിക്കൊരു സംശയം. എല്ലാ അധികാരവും എടുക്കുന്നവനും നൽകുന്നവനും നീയാണ്. എൻ്റെ അധികാരം ഈ സെക്കൻഡിൽ നീ എങ്ങനെ ഇല്ലാതാക്കും? പെട്ടെന്ന് ഒരു ഭടൻ ഓടി എന്ന് പറഞ്ഞു. മഹാരാജാവേ, മഹാരാജാവേ, കൊട്ടാരം പൂമുറ്റത്ത് ഒരു പുലി. പുലിയോ? മഹാരാജാവ് മുറ്റത്തെത്തി. ഭടന്മാർക്കായി പുലിയെ ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷേ പുലി പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം മഹ്മൂദുൽ അഫന്തി തൻ്റെ ഉടവാൾ വലിച്ചൂരി പുലിക്ക് നേരെ നീങ്ങി. പെട്ടെന്ന് പുലി ഇടദൂരെ നിൽക്കുന്ന ഒരു കാട്ടിലേക്ക് പോയി. പിറകെ മഹ്മൂദുൽ അഫന്തി കുതിരപ്പുറത്തും. ദീർഘനേരത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ പുലി കാട്ടിൽ അപ്രത്യക്ഷനായി. ക്ഷീണം കാരണം മഹ്മൂദുൽ അഫന്തി ഒരു പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. അതേസമയം സൂറയുടെ കൊട്ടാരത്തിൽ ഒരു കളവ് നടന്നിരിക്കുന്നു. സൂറയുടെ ആഭരണങ്ങളെല്ലാം ഒരു കള്ളൻ മോഷ്ടിച്ചു. ഇതറിഞ്ഞ രാജാവ് കോപിച്ചനായി. ആളെവിടെ? 3 ദിവസത്തിനകം കള്ളനെ നോക്കും മുമ്പിൽ ഹാജരാക്കുകയും. വർമ്മ നാടാകെ തിരഞ്ഞു, പക്ഷെ കള്ളനെ കിട്ടില്ല. അവസാനം തല പോകുന്നു ഭയന്ന് അവർ കാട്ടിലേക്ക് കാട് കയറി. കാട് കയറുമ്പോൾ അവർ വയലൊരു സാധനം കിടക്കുന്നു കണ്ടു. ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കി. ദേഹത്തെ എണ്ണ തേച്ച് ഒരാൾ പാറപ്പുറത്ത് കിടന്ന് സുഖമായി ഉറങ്ങുന്നു. കള്ളനാണെന്ന് കരുതി മഹ്മൂദുൽ അഫന്തിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലെത്തിച്ചു. ആരും അറിയാതെ വിചാരണ ചെയ്തു. 2 കൈകളും വെട്ടിമാറ്റി വേദന കൊണ്ട് മധുര മുറിസെത്തി തടവരയിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണ് മഹ്മൂദുൽ അഫന്തി. അതിലാകൃഷ്ടയായ സൂറ അദ്ദേഹത്തെ തൻ്റെ ഉസ്താദായി കിട്ടാൻ ആഗ്രഹിച്ചു. തൻ്റെ ഭാവി വരനാണെന്നറിയാതെ സൂറ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസം ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ ഉസ്താദ് ആലിംറയിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ പെട്ടെന്ന് ഉസ്താദ് ബോധരഹിതനായി വീണു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് മഹ്മൂദുൽ അഫന്തിയാണെന്ന് മനസ്സിലായി. ഒരു കള്ളനും വികലാംഗനുമായ ഒരാളെ തൻ്റെ ഭർത്താവായി ലഭിക്കില്ല മനസ്സിലാക്കിയ സൂറ ഒരു പ്രാന്തിലെ പോലെ അഭിനയിച്ചു. ഒപ്പം കള്ളനെ ഭർത്താവായി കിട്ടുവാൻ വാശി പിടിക്കുകയും ചെയ്തു. തൻ്റെ മകളുടെ വിവാഹ ജീവിതം ആലോചിച്ച് രാജാവ് അന്ന് സമ്മതിച്ചു. അന്ന് രാത്രി താൻ ചെയ്ത പാവത്തിൻ്റെ വണ്ണമോർത്ത് മനമൊരുക്കി പരിശോധിയായിരുന്നു മഹ്മൂദുൽ അഫന്തി. അന്ന് രാത്രി മഹ്മൂദുൽ അഫന്തി ഉറങ്ങുമ്പോൾ അതാ മുത്തുനബി കിനാവിൽ വരുന്നു. മുത്തുനബിയോട് തൻ്റെ വിഷമമെല്ലാം മഹ്മൂദുൽ അഫന്തി പറഞ്ഞു. മുത്തുനബി മഹ്മൂദുൽ അഫന്തിയോട് 2 കൈകളും നീട്ടുവാൻ ആവശ്യപ്പെട്ടു. മഹാ അത്ഭുതം! തിരുനബിയെ തിരുപറിച്ചു കൈകൾ 2 പഴയ സ്ഥിതിയിലായി. ഇതൊരാൾ നിന്ന് മറ്റൊരാളിലേക്ക്. അങ്ങനെ കൊട്ടാരമാകെ ഈ വാർത്ത തുടർന്നു. മഹ്മൂദുൽ അഫന്തിയെ
ശിക്ഷയാക്കിയ രാജാവ് അതിൻ്റെ കാൽക്ക വീണു മാപ്പ് പറഞ്ഞു. രാജൻ, അങ്ങ് എന്നോടല്ല തെറ്റ് ചെയ്തു, അതും അറിയാതെ ഞാൻ എൻ്റെ രക്ഷിതായ അള്ളാഹുവിനോടാണ് തെറ്റ് ചെയ്ത്. അതിനുള്ള ശിക്ഷ എനിക്ക് ലഭിച്ചത്. പ്രിയരെ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് കാര്യവും മാറി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ശുഭൻ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.